ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലീറ്റഡ് കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലൈനിങ് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യോക്ക് ലെങ്ത് ഇവിടെ ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ളവർക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. മീഡിയം ലാർജ് ഒക്കെ ആണെങ്കിൽ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിൻറ്റിൻ്റെ നേരെയായിട്ട് സൈസ് വരുന്നത് 40 ആണ്. അപ്പോൾ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുക. പിന്നെ +2 സീം അലവൻസ് കൊടുക്കാം. ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വിട്ട് ഒന്ന് ബാക്ക് ആം ഹോളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. മെഷർമെൻറ്റ് വരുന്നത് 30 ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 7.5 ആണ് കിട്ടുക. +2 സീം അലവൻസും കൂടി കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ മാർക്കിംഗ് വരുന്നത്. ഇത് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആം ഹോൾ ഒന്ന് ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് യോക്ക് പോർഷൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഈ സെയിം പീസ് എടുത്ത് മെയിൻ ക്ലോത്തിൽ വെച്ച ശേഷം ഇതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബോട്ടം പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 30 ഇഞ്ചാണ്. അതേപോലെ തന്നെ വീതി ഞാൻ 40 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ യോക്ക് ലെങ്ത്തും കൂടി വരുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് കിട്ടുന്നത് 42 ഇഞ്ചാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ നെക്ക് ഒരു ക്യാൻവാസിൽ മാർക്ക് ചെയ്ത ശേഷം നല്ല ക്ലോത്തിൽ വെച്ച് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടും കൂടി ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അടിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഐ എം സോ സോറി. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും സ്ലീവിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പഫ് സ്ലീവാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ട് എടുത്ത് അതിലേക്ക് നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മേലേക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ 2 സൈഡിലേക്കായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. 1/2 ഇഞ്ചിൽ 2 ഫോൾഡായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് ഒരു 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് അടിച്ച് അവിടെ നിന്ന് ഒരു 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോയിൻറ്റിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ വരച്ച ആ ലൈനിലേക്ക് നമ്മളൊരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് റൗണ്ടിന് കണക്കായിട്ടാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. എൻ്റെ സ്ലീവ് റൗണ്ട് വരുന്നത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് കുറച്ച് 7.5 ഇഞ്ചാണ് ഞാൻ എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തത്. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടം പാർട്ട് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ബോട്ടം പാർട്ടിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല, യോക്കിൽ മാത്രമാണ് ലൈനിങ് വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ബോട്ടം പാർട്ടിൻ്റെ ഏറ്റവും മേലെ വശത്ത് ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിന് കണക്കായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷൻ്റെ നല്ല സൈഡ് ഇപ്പം നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ച ബോട്ടം പാർട്ടിൻ്റെ നല്ല സൈഡിലേക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ലൈനിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കാം. നമ്മുടെ ബോഡി മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം.